ഐഷവസാണ്. അപ്പൊ നമ്മുടെ ത്രൂ ദ ഓഷ്യൻ, സമുദ്രങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ 5 സമുദ്രങ്ങളെ കുറിച്ചിട്ടാണ്, ഓഷ്യൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഈ ഓഷ്യൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് മിസ് സിമ്പിൾ ആയിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം. നമ്മുടെ കോഡ് എന്ന് പറയുന്നത് പൈസ. ഓക്കെ, പൈസയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമ്മൾ 5 ഓഷ്യൻസും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഒന്നാമത്തെ ഓഷ്യൻ ആണ് നമ്മളുടെ പസഫിക് ഓഷ്യൻ, പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓഷ്യൻ ആണ് അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഓഷ്യൻ നമ്മുടെ രാജ്യത്തിന്റെ പേരിലുള്ളത് ഇന്ത്യൻ ഓഷ്യൻ ആണ്, ഇന്ത്യൻ മഹാസമുദ്രമാണ്. ആൻഡ് നാലാമത്തെ ഓഷ്യൻ ആണ് നമ്മളുടെ സതേൺ ഓഷ്യൻ. ഓക്കെ, സതേൺ ഓഷ്യനും. ആൻഡ് അവസാനത്തത് നമ്മളുടെ ആർട്ടിക് ഓഷ്യനുമാണ്. ഓക്കെ, സോ പൈസ എന്ന കോഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, 5 ഓഷ്യൻസിനെയും പഠിക്കാം. പി എന്ന് പറഞ്ഞാൽ പസഫിക് സമുദ്രം, രണ്ടാമത്തത് അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, സതേൺ ഓഷ്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻ ആണുള്ളത്. അപ്പൊ 5 ഓഷ്യൻസിന് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു പൈസ എന്ന കോഡിലൂടെ പഠിച്ചു വെക്കാം. ഓക്കെ, സോ ഇത്രയും ഓഷ്യൻസ് നമുക്ക് എവിടെയുണ്ട്, നമ്മളുടെ കരഭാഗങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടല്ലേ, നമ്മുടെ ലാൻഡ് ഏരിയന്റെ ചുറ്റിലുമായിട്ട് നമുക്ക് ഇത്രയും ഓഷ്യൻസിനെ കാണാം. അപ്പൊ ഓരോ ഓഷ്യൻസിന്റെയും പ്രത്യേകത പഠിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ പസഫിക് ഓഷ്യൻ നമുക്ക് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഐലൻഡ്സ് ഉള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ഓഷ്യൻ ആണ് നമ്മുടെ പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായി, ന്യൂസിലാൻഡ് തുടങ്ങിയ ഐലൻഡുകളൊക്കെ എവിടെയാണ്, പസഫിക് സമുദ്രത്തിലാണുള്ളത്. ഇനി ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ സ്ഥലമാണ് നമ്മുടെ ചാലഞ്ചർ ഡീപ്പ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് കിടങ്ങുകളും സജീവമായ അഗ്നിപർവ്വതങ്ങളും നമുക്ക് ഇവിടെ കാണാം, നമ്മളുടെ പസഫിക് സമുദ്രത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഓഷ്യൻ ആണ് നമ്മളുടെ പി കഴിഞ്ഞിട്ട് എ, അതായത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലെ. ഒരു എസ് ഷേപ്പിലാണ് നമുക്ക് അറ്റ്ലാന്റിക് ഓഷ്യനെ കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ലാർജസ്റ്റ് ഓഷ്യൻ ആണ് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഭയങ്കര ബിസിയസ്റ്റ് സീ റൂട്ടാണ്, തിരക്കേറിയ കടൽ പാതയാണ് നമ്മളുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഓഷ്യനിക് റിഡ്ജ് ഇവിടെയുണ്ട്, അതിനെയാണ് നമ്മൾ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ഓഷ്യന്റെ മിഡിൽ ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ സ്ഥലം ദ മിൽക്വേക്കി ഡീപ്പ് ഇൻ ദ പ്യൂർട്ടോ റിക്കോ ട്രെഞ്ച് ആണ്. ഇവിടുത്തെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ഐസ്ലാൻഡ് ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഇന്ത്യൻ ഓഷ്യൻ, ഒരു രാജ്യത്തിന്റെ പേരിലുള്ള ഒരു സമുദ്രം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മളുടെ, അതിന്റെ സെൻട്രലായിട്ടാണ് നമ്മളുടെ ഇന്ത്യൻ ഓഷ്യൻ കിടക്കുന്നത്. ഓക്കെ, തേർഡ് ലാർജസ്റ്റ് ഓഷ്യൻ ആണ്. പിന്നെ ഇതിൽ തന്നെ ഏതൊക്കെയുണ്ട്, ബംഗാൾ ഉൾക്കടലും അറേബ്യൻ സീയുമുള്ള ഓഷ്യൻ ആണ് നമ്മളുടെ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത്. ജാവ ട്രെഞ്ച് ആണ് ഇവിടുത്തെ ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ട്. ആൻഡമാൻ നിക്കോബർ ഐലൻഡും ലക്ഷദ്വീപും മാൽഡീവ്സും ശ്രീലങ്കയും എല്ലാം അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്, ഇന്ത്യൻ ഓഷ്യനിലാണ്. പിന്നെ മലാക്ക സ്ട്രേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, മലാക്ക കടലിടുക്ക്. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് നമ്മുടെ പി കഴിഞ്ഞു, എ കഴിഞ്ഞു, ഐ കഴിഞ്ഞു. നാലാമത്തെ ആൾ സതേൺ ഓഷ്യൻ ആണ് അല്ലെ. യെസ്, സതേൺ ഓഷ്യനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് എവിടെയാണ്, അന്റാർട്ടിക്കയെ കവർ ചെയ്തിട്ട് അല്ലെ, ഓൾമോസ്റ്റ് 600 സൗത്ത് ലാറ്റിറ്റ്യൂഡ്, 600 ദക്ഷിണ അക്ഷാംശം വരെ ചുറ്റുന്ന സമുദ്രമാണ് നമ്മൾ സതേൺ ഓഷ്യൻ എന്ന് പറയുന്നത്, ദക്ഷിണ സമുദ്രം എന്ന് പറയുന്നത്. ഇതിന്റെ ബോർഡർ ഇതാ മറ്റുള്ള എല്ലാ ഓഷ്യൻസും, ആർട്ടിക് ഓഷ്യൻ ഒഴിവെ ശ്രദ്ധിച്ചോട്ടോ, ഒഴിവെ ബാക്കി എല്ലാ ഓഷ്യൻസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. യെസ്, ഇത് 4th പൊസിഷനിലാണ് ഉള്ളത് വലുപ്പ സ്ഥാനത്തിൽ. ഡോൾമാൻ ആൻഡ് ഹേർഡ് ആണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഐലൻഡുകൾ, ദ്വീപുകൾ എന്ന് പറയുന്നത്. ഫാക്ടോറിയൻ ഡീപ്പ് ഇസ് ദ സതേൺ സാൻഡ്വിച്ച് ട്രെഞ്ച് ആണ് ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് എവിടെയല്ല, സതേൺ ഓഷ്യനിലെ. അപ്പോൾ ഓരോ ഓഷ്യനിലെയും ഡീപ്പസ്റ്റ് പോയിന്റ്, ആഴമേറിയ സ്ഥലം ഏതാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അവസാനത്തെ ഓഷ്യൻ അല്ലെ, നമ്മുടെ പൈസയുടെ അവസാനത്തെ ആളാണ് ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടെയാണ്, യെസ്, ആർട്ടിക് ഓഷ്യൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ആർട്ടിക് സർക്കിളിന്റെ ചുറ്റിലായിട്ടാണ് ആർട്ടിക് ഓഷ്യൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്. നോർത്ത് പോൾ എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ ആർട്ടിക് സമുദ്രത്തിലാണ് കേട്ടോ. നമ്മുടെ ഉത്തരധ്രുവം എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റും ഷാലോവസ്റ്റും, ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായിട്ടുള്ള സമുദ്രം എന്ന് പറയുന്നത് ഏതാണ്, നമ്മളുടെ ആർട്ടിക് ഓഷ്യൻ ആണ്. ഓക്കെ, ഇനി ഒരു വർഷം നമ്മൾ നോക്കുവാണെങ്കിൽ കൂടുതലും ഈ ഒരു ഓഷ്യൻ എങ്ങനെയായിരിക്കും, നല്ല തണുത്തിട്ട് ഫ്രോസൺ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. മൊളോയ് ദ്വീപാണ് ഈ ഒരു സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം. ആർട്ടിക് ഓഷ്യൻ ഇസ് ദ നോർത്തേൺ മോസ്റ്റ് ബോർഡർ, ആരുടെയൊക്കെ, ഏഷ്യ, യൂറോപ്പ്, പിന്നെ നോർത്ത് അമേരിക്ക, ഇവരുടെയൊക്കെ വടക്കേ അതിർത്തി, നോർത്തേൺ മോസ്റ്റ് ബോർഡർ ആയിട്ടാണ് നമ്മുടെ ആർട്ടിക് സമുദ്രം
കിടക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മളുടെ 5 സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. പൈസ എന്ന കോഡിലൂടെ പഠിക്കുക. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, സദേൺ സമുദ്രം ആൻഡ് ലാസ്റ്റ് വൺ ഏതാണ്? നമ്മുടെ ആർട്ടിക് ഓഷ്യൻ ആണ്. ഓക്കെ, സോ നമ്മുടെ കോഡ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ ഈ ഒരു കോഡ് എന്താണോ മിസ് പറഞ്ഞിരിക്കുന്നത് അത് കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടെ അറിയിക്കുക. അപ്പൊ ഇതേപോലെ കൂടുതൽ സെഷനുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ക്ലാസ് 6ന്റെ ബാച്ച് അടിപൊളിയായിട്ടതായി ഇവിടെ എജുപോർട്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം എത്രത്തോളം ക്ലാസ്സസും സെഷനുകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന്. ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ്, കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു മികവ് നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലൈവ് സെഷനുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ഡേയ്സ് കൂടെ നിങ്ങൾക്ക് ഓഫർ ലഭിക്കുള്ളൂ. അപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഉണ്ടാവും ഈ വീഡിയോക്ക് താഴെ. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, സോ മറക്കണ്ട, നമ്മുടെ കോഡ് എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.